ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഫെറി തോട്ട്സ്. ഇറ്റ്സ് മീ അപർണ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്കൂൾ ഷോപ്പിംഗ് ഹോളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് എടുക്കാൻ പറ്റില്ല കേട്ടോ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എടുക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ ഡാൻസ് ടീച്ചർ പറഞ്ഞിരുന്നത് ഇപ്പം 3 മണി ആവാനായി കേട്ടോ. ജസ്റ്റ് നോക്കും. അപ്പം ക്ലാസ് 10 മണിക്ക് എടുക്കാമെന്നാണ് പറഞ്ഞത്. 9 മണിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്ക് വേഗം ഇറങ്ങി പോയതാണ്. എൻ്റെ ധൃതി പിടിച്ച് തെറിച്ച് ഓരോ സാധനങ്ങളെടുത്തും. അപ്പോൾ ഇനി എന്തായാലും വീഡിയോ കാണാം. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഹോം വീഡിയോ കാണാമല്ലോ. ഇന്നലെ വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ ഗൈസ്, ആദ്യം എന്ത് കാണിക്കാം? കാർഡ് ബോർഡ് കാണിക്കാം. ഞാനൊരു BTS ആർമി ആയതുകൊണ്ട് BTSൻ്റെ കാർഡ് ബോർഡാണ് വാങ്ങിയത്. അടിപൊളിയല്ലേ? കണ്ട എല്ലാവരും ഓരോരോ കളറായിട്ടിരിക്കുന്നത്. വി റെഡ്, ഓറഞ്ച്, ചെങ്കുട്ടി യെല്ലോ, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ബാക്ക് കണ്ടു. ഇത് എൻ്റെ വാൾപേപ്പർ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൃഷ്ണനാക്കി. ശരിയും എല്ലാവരും ഉപയോഗിക്കുന്ന ഫോണല്ലേ, നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞങ്ങളുടെ സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ സംഭവം. ടർക്കി. ഇത് നമ്മൾ ഫുഡ് ഇന്ന് വെച്ച് കഴിക്കാമല്ലോ. എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? അപ്പം ഇത് 4 വാങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ക്ഷാമം ഉള്ള ഒരേ ഒരു സാധനമാണ് ടർക്കി. അപ്പോൾ അത് 2-3 വാങ്ങണമെന്ന് അമ്മ എന്നോട് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. ബില്ലടിക്കാൻ നിൽക്കുന്ന നേരത്ത് ഞാൻ എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് ടർക്കി എടുത്തോണ്ട് അത് ഇല്ലെങ്കിൽ. പിന്നെ അലക്കിയിട്ടാൽ ഉണങ്ങത്തുമില്ല. അതാണ് ഈ ടർക്കിയുടെ മെയിൻ പ്രശ്നം. എനിക്കിത് മടക്കി വയ്ക്കണം. പിന്നെ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് പേപ്പർ ഗ്രിഡാണ്. ഞാനങ്ങനെ എല്ലാം പേപ്പർ ഗ്രിഡ് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഇതൊരു അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. സ്റ്റോറിന് റഫ് ബുക്കായിട്ടോ അല്ലെങ്കിൽ ക്ലാസ് തീരാനാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബുക്സൊക്കെ തീരും. ഈ SS ഒക്കെ സോഷ്യൽ സയൻസൊക്കെ തീരുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ബുക്ക് വാങ്ങിക്കും. ഇങ്ങനെ 20 പേജൊക്കെയുള്ള, 20 ഒരു 100 പേജൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ബുക്സ് നമ്മൾ വാങ്ങിക്കും. അതേപോലെ മാത്രമേ ഞാൻ പേപ്പർ ഗ്രിഡ് വാങ്ങിയിട്ടുള്ളൂ. അപ്പം എനിക്കത് ഇപ്രാവശ്യം എല്ലാം വാങ്ങാനുള്ളത്. അങ്ങനെ ഉപയോഗിച്ച് എനിക്കത് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം പൊട്ടിക്കാത്തതുണ്ട്. 2 പൊട്ടിക്കാത്ത തന്നെ വാങ്ങിയത്. ഒരു ബോക്സല്ല, ഒരു കവറിൽ എന്തോ 6 ഉണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പേപ്പർ ഇതിൻ്റെ വേറൊരു സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം എടുത്തു. പേപ്പർ ഇതിൽ 6 ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഷെൽഫിൽ ഇരിക്കുന്ന എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു ഇതുണ്ട്, ടൈപ്പുണ്ട്. ഇവിടെ ലൈൻ ഇല്ലാത്തതും ഇവിടെ സിംഗിൾ ലൈനും ആയിട്ട് ഉണ്ട്. ഇപ്പോൾ സയൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, വരയ്ക്കൊക്കെ. പക്ഷേ നിങ്ങൾക്ക് എല്ലാത്തിനും അങ്ങനെ കിട്ടിയാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇപ്പോൾ വരത്തില്ല, ചിലപ്പോൾ വരയ്ക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാ ബുക്ക് വാങ്ങിയത്. പിന്നെ ഇത് ഹിന്ദി കോപ്പി, 1 ലൈൻ. ഇത് 4 ലൈന് ഇംഗ്ലീഷ് കോപ്പി. എല്ലാവർക്കും ഇംഗ്ലീഷും ഹിന്ദിയും മലയാളമൊക്കെ ഇപ്പോൾ വേണമെന്നില്ലേ. പിന്നെ ഇത് മാത്സ് നോട്ട്ബുക്കാണ്, വരെയില്ലാത്തത്. 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സാധ്യത ഞാനൊന്നുമില്ല. റഫ് ബുക്ക് ഞാൻ ക്യാമലിൻ്റെയാണ് വാങ്ങിയത്. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ കഴിച്ച് നോക്കാം. ഇംഗ്ലീഷ് ടൈസ്. ഇനി ബ്രൗൺ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. 1 ഓറഞ്ചും 1 ക്രീമും. 10 ബുക്കുണ്ട്. 1 കൂടി വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണ് വെറുതെ എല്ലാം വരച്ച് വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എക്സ്ട്രാ വാങ്ങിയതാണ്, ചേട്ടന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഓറഞ്ച് ഇഷ്ടം. ഞാൻ ഇതുവരെ അങ്ങനെ ഓറഞ്ച് വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് ഓറഞ്ച് വാങ്ങിയത്. അല്ലാത്തപ്പം അമ്മയാണ് പോവാറ്. ഞാൻ പോവാറുണ്ട്. അപ്പോൾ അമ്മയാണ് ബ്രൗൺ പേപ്പറൊക്കെ എടുക്കാറ്. പിന്നെ
ഇത് ഹാഫ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് പൊതിയണം, അതാണ് മെയിൻ പ്രശ്നം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര സാധനങ്ങളൊന്ന് ഉണ്ട്. അതായത് ടിഫിൻ ബാഗ്. അപ്പോൾ എന്തിൻ്റെ അകത്താണ്? ടീൻ്റെ അകത്താണ് കേട്ടോ. ബാഗ് വാങ്ങിയില്ല, കഴിഞ്ഞ വർഷത്തെ ജീനിയുടെ ആയിരുന്നു കേട്ടോ. അതിന് ഒരു കുഴപ്പമില്ല, അതാണ് ഞാൻ അത് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പം ബാഗ് വാങ്ങിച്ച് തരും കേട്ടോ, അല്ലാതെ ഞാൻ പറഞ്ഞു അങ്ങനെ മതിയെന്ന്. ഇതാ എല്ലാ വർഷവും വാങ്ങിക്കുന്നതാണ്, അപ്പം ഈ വർഷം വാങ്ങിക്കാൻ വേണ്ടി. ഇതാ ഒരു പിങ്കിഷ് കളറിൽ, എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പർപ്പിളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്നാലും ഇഷ്ടം. എക്സ്പോയുടെ ആണ്, ഇതൊരു കുഞ്ഞു ബോട്ടിലാണ്, അത് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളൂ, ഞാൻ ഇത്ര വെള്ളമൊക്കെ കുടിക്കുള്ളൂ. പിന്നെ ഇതാണ് സാധനം കാണിക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല, കാണിക്കാം. ഒരു 2 ബ്ലാക്കും ഉണ്ട്, പിന്നെ ഇതാ ഒരു ബ്ലൂ ഇങ്കും. സത്യം പറഞ്ഞാൽ 2 ബ്ലൂ ഇങ്ങും 2 ബ്ലാക്ക് ഇങ്കും എടുക്കുക. ഒരെണ്ണം അമ്മ മാറ്റി വെച്ചു, ഈ ബ്ലാക്ക് ഇങ്ക് അമ്മ കണ്ടില്ല, ബില്ലടിച്ച് കഴിഞ്ഞു. അപ്പം ഇത് മാറ്റി വയ്ക്കാം. ടിഫിൻ ബാഗ് ഞാൻ കുറേ തപ്പിയിട്ടാണ് അവിടെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും 2 കുപ്പിയൊക്കെ കൊണ്ടുപോകാമല്ലോ. ഇതാ ഒരു വലിയ സ്കെയില് എടുത്തിരുന്നത് അമ്മയാണ് കേട്ടോ എടുത്തത്. അമ്മയ്ക്ക് വരയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ 11 ഷീറ്റ് നെയിംസ് എടുത്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18 ടെക്സ്റ്റ് ബുക്കും 12 കൂടുതൽ നോട്ട്ബുക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 11 ഷീറ്റ് വേണം. ഇല്ലെങ്കിൽ 11 ഷീറ്റൊന്നും എടുക്കത്തില്ല കേട്ടോ. സാധാരണ നെയിം സ്ലിപ്പ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ 2 എണ്ണമല്ലേ കിട്ടുന്നത്, ഇതേപോലെ. പക്ഷേ ഇത് ഇങ്ങനെ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. എനിക്ക് ബെണ്ടാൻ വലിയ ഇഷ്ടമൊന്നും അല്ല. ബൈക്കിൻ്റെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയും ബാർബിയുടെയും പിന്നെ BTS ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു, അതൊന്നും ഞാൻ അതെടുത്തില്ല. അപ്പം ക്വാളിറ്റി ഉള്ളത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ബട്ടർഫ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്ലാങ്ക് ആയിട്ടുള്ളത് അത് ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഷീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്താണെങ്കിൽ ഒരു 10 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇതേപോലത്തെ കുഞ്ഞതായതുകൊണ്ടാണ് 11 ഷീറ്റ് വാങ്ങിച്ചത്. എല്ലാത്തിനും കൂടി ഒട്ടിക്കണ്ടേ. ബ്രൗൺ പേപ്പറാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, തികയുള്ളൂ. അപ്പോൾ കുഞ്ഞ് നെയിംസൊക്കെ ഇതേപോലത്തെ ഫ്ലെയറിൻ്റെ പെൻസിൽ 2 വാങ്ങിച്ചിട്ടുണ്ട്. കാര്യം ഇതേപോലത്തെ പാക്കറ്റിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ 2 സെപ്പറേറ്റ് വാങ്ങിയത്. അതവിടെ മറ്റേ പെൻ ഹോൾഡറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ പൗച്ച്. സത്യം പറഞ്ഞാൽ ഈ പൗച്ചിൻ്റെ മുന്നിൽ കഥയില്ല. ഞാൻ ആദ്യം ബോക്സാണ് എടുത്തത്. കുറേ തപ്പിട്ടാണ് മറ്റേ ബോക്സ് കിട്ടിയത്. ഷാർപ്പ്നറൊക്കെ ഉള്ള ബോക്സാണ്, എല്ലാവരും കൊണ്ടുവരുന്ന കിട്ടും. അപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ കുട്ടികൾക്കുള്ളതല്ലേ, നിൻ്റെ സ്കൂളിൽ നിന്ന് അലൗഡല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലൗഡാണ്, കൊച്ചു പിള്ളേർക്ക് അലൗഡല്ല. പക്ഷേ അമ്മ പറഞ്ഞത് കൊച്ചു പിള്ളേരാണ്, ഞാൻ വെറുതെ ക്ലാസ് ടൈമിൽ കഴിച്ച് മിസ്സായി ചീത്ത കഴിക്കുന്നതാണ്. അപ്പം അമ്മ പറഞ്ഞത് പൗച്ച് ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ